ഈ പഹൽഗാം ഇഷ്യൂ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയം തുടങ്ങി നമ്മൾ 14 ദിവസം പറഞ്ഞുകൊണ്ടിരുന്നേരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല. ഇത് കേട്ട് നമ്മൾ മടുത്തല്ലേ. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല എന്നുള്ളതാണ്. ഈ തിരിച്ചടിച്ച സമയം തുടങ്ങി തിരിച്ചു പറയാൻ തുടങ്ങി. എന്താണ് തിരിച്ചു പറയുന്നത്? എന്തിനാണ് യുദ്ധം? അങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? ഇതൊക്കെ തീരുമാനിക്കുന്നത് സൈന്യമാണെന്നേ. ഇന്ത്യയുടെ സൈന്യത്തെ ചെറുതായി കാണാൻ പറ്റില്ലെന്നേ. ഇന്ത്യയുടെ സൈന്യം ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ച് സൈന്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ ഓരോരുത്തരെയും കഴിവുക എന്ന് പറയുന്നത്. അത് മാധ്യമ സ്ഥാപനമായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും സിവിലിയൻസ് ആയാലും സാധാരണ ജനങ്ങളായാലും സൈന്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് അന്നേരം സമാധാനം കൊണ്ടുവരികയല്ല വേണ്ടത്. നമ്മുടെ ജനങ്ങളെ അടിച്ച അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തെ മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ ഭീകരവാദത്തിന് മുളയ്ക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിലും ട്രെയിനിങ് കൊടുക്കുകയും റിക്രൂട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ ലോകത്തിന് ഭീകരവാദത്തെ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യത്തെ തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് നിങ്ങൾ 1971 അങ്ങനെ ചെയ്തില്ലേ, 72 ഇങ്ങനെ ചെയ്തില്ലേ, അന്ന് ഇന്ദിരാഗാന്ധി അങ്ങനെ അടിച്ചില്ല എന്നല്ല പറയേണ്ടത്. ഇന്നത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 2025 പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നരേന്ദ്രമോദി എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായാലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്.